മലയാളത്തിലെ പ്രമുഖ ചാനൽ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേയിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ CPM വളരെയേറെ പിന്നിലാണെന്ന വിവരം പുറത്തുവിട്ടിരുന്നു. എന്നാൽ സർവേ ഫലത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് CPM സ്ഥാനാർത്ഥി 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടു. ഈ വിഷയത്തിൽ ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സുഹൃത്തുക്കളെ, സഖാക്കളെ, നവോത്ഥാന വിശ്വാസം മുറുകെ പിടിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിലെ ബുദ്ധിമാന്മാരായ വോട്ടർമാരെ, നിങ്ങൾ ഒരു കാരണവശാലും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ പറയുന്നത് വിശ്വസിക്കരുത്. ഇവിടെ ഞാനാണ് ജയിക്കാൻ പോകുന്നത്, 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ. ഉത്തർപ്രദേശിൽ ആജ് തക് ചാനലിനെ വെച്ച് കളിച്ച കളിയാണ് BJP പത്തനംതിട്ടയിൽ ഏഷ്യാനെറ്റിനെ വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ഉഡായിപ്പ് ഇവിടെ വില പോകില്ല. ഇത് UP അല്ല, ബീഹാർ അല്ല, ആന്ധ്രയോ തെലുങ്കാനയോ അല്ല, കേരളമാണ്. പത്തരമാറ്റുള്ള പത്തനംതിട്ടയാണ്. ഇവിടെ പരിശുദ്ധ കത്തോലിക്ക ബാവയുടെ പിന്തുണയും പാവങ്ങളുടെ പാർട്ടി ചിഹ്നവുമുള്ള സ്ഥാനാർത്ഥി മാത്രമേ ജയിക്കുകയുള്ളൂ. പോസ്റ്റർ ഒട്ടിക്കാനും ചുമരെഴുതാനും ആളില്ലാത്ത സ്ഥാനാർത്ഥിക്ക് 38%, ശരണം വിളിക്കാൻ മാത്രമാണുള്ള സ്ഥാനാർത്ഥിക്ക് 37%, നവോത്ഥാന നായികയ്ക്ക് വെറും 20%, ബാക്കി സകല അലവലാദികൾക്കും നോട്ടയ്ക്കും കൂടി 5% എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ പ്രവചനം. ഇങ്ങനെ ഒരു അസംബന്ധം മനോരമയോ മാതൃഭൂമിയോ പോലും പറഞ്ഞതല്ല. ഏഷ്യാനെറ്റിൻ്റെ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് അജണ്ട പകൽ പോലെ വ്യക്തമാണ്. ദുഷ്പ്രചരണം ഒരാളും വിശ്വസിക്കില്ല. ഏപ്രിൽ 23-ന് എല്ലാ പുരോഗമന ജനാധിപത്യ നവോത്ഥാന വിശ്വാസികളും ചുറ്റികാരിവാൾ നക്ഷത്രമടയാളത്തിൽ തന്നെ വോട്ടുകുത്തും. ഏഷ്യാനെറ്റിനെ ജനങ്ങൾ തോൽപ്പിക്കും. മെയ് 23-ന് വോട്ടെണ്ണി തീരുമ്പോൾ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെങ്കൊടി മാറും. നവോത്ഥാന നായക പാട്ടും പാടി ജയിക്കും. ആൻ്റണി കോട്ടയത്തേക്കും സുരേന്ദ്രൻ വടകരയ്ക്കും മടങ്ങും. അതോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ പത്തനംതിട്ട ബ്യൂറോ പൂട്ടും. വിനു ജോണും PG സുരേഷ് കുമാറും പത്തനംതിട്ടയിലെ വീടും പറമ്പും വിറ്റ് നാട് വിട്ടുപോകും. തികച്ചും കളിയാക്കുന്ന തരത്തിലാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. വീണ ജോർജിൻ്റെ പരാമർശത്തിനെതിരെയാണ് ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ജയശങ്കർ കുറിച്ചിരിക്കുന്നത്. പ്രമുഖ ചാനലിൻ്റെ സർവേ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയാണ് ഇവിടെ ജയശങ്കർ കളിയാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.